ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഹെയർ നന്നായിട്ട് തിക്കായി വളരാൻ സഹായിക്കുന്ന ഒരു താളി ഉണ്ടാക്കിയാലോ. ആഴ്ചയിൽ 2 തവണ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഹെയർ ഫോളൊക്കെ മാറി ഹെയർ തിക്കായിട്ട് വളരാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്ന മുടി കൊഴിച്ചിലിനും പിന്നെ താരനൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു നല്ല താളിയാണിത്. ഇത് നോർമലായിട്ട് നമ്മുടെ വീട്ടിൽ ചെമ്പരത്തി താളി ഉണ്ടാക്കാറില്ലേ, അതുപോലെ തന്നെയാണ്. അതിൽ ഒരു 3-4 ഇൻഗ്രീഡിയൻസ് അധികമായി ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ താളി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെമ്പരത്തി പൂവിൻ്റെ ഇലകൾ പറിച്ചെടുക്കണം. ഇലകൾ മാത്രമല്ല, പൂവും ഉണ്ടെങ്കിൽ നല്ലതാണ്. ചെമ്പരത്തി പൂവും ഇലയൊക്കെ പറിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇതിനെ വാഷ് ചെയ്യണം, കാരണം ഇതിൽ പൊടിപടലങ്ങൾ ഒരുപാട് ഉണ്ടാവും. പിന്നെ വേണ്ടത് ആലോവേര ജെല്ലാണ്, അതായത് കറ്റാർവാഴ. നമുക്ക് കറ്റാർവാഴ ചെറു കഷ്ണങ്ങളായി മുറിച്ച് അതിലേക്ക് ഇടാം. മാക്സിമം ഒരു 5-6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച ഉലുവ കൂടി ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇതെല്ലാം നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. നന്നായി മിക്സ് ചെയ്ത് താളി നമുക്കൊന്ന് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഹെയറിലെല്ലാം പറ്റിപ്പിടിച്ചിരിക്കും. ഞാനിവിടെ ഒരു അരിപ്പ ഉപയോഗിച്ചാണ് അരിക്കുന്നത്. നിങ്ങൾക്ക് ഈസിയായി ഒരു തുണിയിലോ തോർത്തിലോ ഒഴിച്ച് അരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതായിരിക്കും കുറച്ചുകൂടി സിമ്പിള്. അപ്പോൾ അതേ ഉള്ളൂ, നമ്മുടെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുടി കൊഴിച്ചിൽ നന്നായി കുറയ്ക്കാനും താരനൊക്കെ മാറാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ആഴ്ചയിൽ ഒരു 2 തവണ ട്രൈ ചെയ്താൽ മതി. നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഏതൊരു ഹെയർ മാസ്കോ അല്ലെങ്കിൽ ഫേസ് മാസ്കോ എന്തായാലും അത് കൺസിസ്റ്റൻ്റായി യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവൂ. അതുകൊണ്ട് തന്നെ 1-2 ദിവസം മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല, തുടർച്ചയായി യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും. വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.